windows once you go down. You must be crazy if you think that I'ma slow down. Don't wanna hear it talking shit, fuck the drama. Keep it coming, I'ma send you to your mama. Mr. Whip. ഇത് നമ്മൾ അറ്റ്ലാന്റ അക്വേറിയത്തിൻ്റെ ഉള്ളിലെത്തി. ഇതെല്ലാം പ്ലാസ്റ്റിക്കാണ്. നമ്മുടെ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ വെക്കണ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ചെറിയ ചെടികൾ. ഇതാണ് പ്ലാസ്റ്റിക് ചെടികൾ. കണ്ട ഒറിജിനൽ പോലെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. പച്ചച്ചെടികൾ. ഇത് ഫൈറ്ററിനെ ഓരോരോ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കണ കുറേ ഗ്ലാസ്സിൽ. നല്ല രസമുണ്ട് കാണാൻ, നല്ല രസമുണ്ട്. പക്ഷെ ഓരോ കുഞ്ഞു കുഞ്ഞു ഗ്ലാസ്സിലാണ് ഇട്ട് വെച്ചേക്കണത്. ഒരുമിച്ചിട്ട് അത് കടി പിടിക്കായിരിക്കും, അതാ. പിന്നെ ഞാനിവിടെ കണ്ട പല മീനിൻ്റെ പേരും എനിക്ക് സത്യത്തിൽ അറിയാൻ പാടില്ല. ഇത് മോളിയാണ്, മോളി. അല്ലെങ്കിൽ പറയണം. കണ്ട, വേറെ മീനുകൾ, ഇഷ്ടംപോലെ മീനുകളുണ്ട് ഇവിടെ. ഇതൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചേക്കണതാണ്. ഞാൻ വേറെ സ്ഥലത്ത് പോയപ്പോൾ ആ വഴി വെറുതെ ഒന്ന് കയറിയതാണ്. അവിടെ ചെന്നപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ എടുത്തെടുത്ത് മടുക്കും, അത്രയ്ക്ക് മീനുണ്ട്. അതുകൊണ്ട് കുറച്ച് സാധനം മാത്രം എടുത്തോളൂ. ഇതിൻ്റെ ടാങ്കിൻ്റെ ആ ഫാമിൻ്റെ ഉള്ളിലുള്ള ഒരു കുളങ്ങളിൽ വളർത്തുന്ന മീനുകളാണ്. നല്ല കിടിലൻ മീനുകൾ. ടെട്രയുണ്ട്. ഞാനിങ്ങനെ മീനൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് പോയതല്ല, വേറൊരു കാര്യത്തിന് വേണ്ടി ചെന്നതാണ്. അപ്പോഴാണ് ഇവിടെ ഒരു ഫാം ഉണ്ടെന്ന് പറഞ്ഞ് അതിനകത്ത് കയറിയത്. അവിടെ ചെന്നപ്പോൾ മീനിൻ്റെ പ്രപഞ്ചം. അപ്പോൾ എൻ്റെ കൂടെയുള്ളൊരു കൂട്ടുകാരൻ പറഞ്ഞത് ഇപ്പം മീനൊക്കെ കുറവാണ്, കൂടുതലുണ്ടായിരുന്നതാണെന്ന് പറഞ്ഞത്. കുറേ ഇതുണ്ടായിരുന്നു, ഇപ്പോൾ ഇത് കുറവാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നിട്ട് പോലും കുറേ ഉണ്ട്, ഇഷ്ടം പോലെ. ആ ടാങ്കിനകത്ത് കോഴിക്കാർപ്പ്, അങ്ങനെ എല്ലാ മീനുകളും ഉണ്ട്, എല്ലാ സൈസ് മീനുകളും ഉണ്ട്. ഒരു മീൻ പ്രേമികൾക്ക് പറ്റിയ സ്ഥലമാണ് ആ പെരുമ്പാവൂർ കീഴിലത്തിൽ അറ്റ്ലാന്റ എന്ന് പറഞ്ഞൊരു ഫാമാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഒരു മീൻ മേടിക്കാൻ തോന്നി. എൻ്റെ കുളത്തിലൊക്കെ ഭയങ്കര സൈസ് മീനൊക്കെ കിടപ്പുണ്ട്. അരോണ ഒക്കെ കിടക്കണുണ്ട്, വലിയ മീനുകളൊക്കെ കുളത്തിൽ കിടപ്പുണ്ട്. അതിനൊക്കെ നല്ല പൈസ വരും. പക്ഷെ പുറത്ത് നമുക്ക് മേടിക്കണേക്കും കുറവിലായിരിക്കും ഇവിടെ കിട്ടണത്. ഇവിടെ ഈ ഹോൾസെയിൽ റേറ്റിലായിരിക്കും നമുക്ക് കിട്ടണത്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ പുറത്തുനിന്ന് ഒരു മീൻ മേടിക്കണതും അവിടെ വന്ന് ഒരു മീൻ മേടിക്കുമ്പോഴത്തേക്കും വില കുറവുണ്ട്. ഞാനിങ്ങനെ ഞാൻ കോഴിക്കാർപ്പിനെ മേടിക്കാൻ വിചാരിച്ചിരുന്നത്. പിന്നെ നോക്കിയപ്പോൾ കോഴിക്കാർപ്പിന് 2 കോഴിക്കാർപ്പുണ്ട്. ഇത് വലിയതായി കഴിഞ്ഞാൽ വേറെ ടാങ്കൊന്നുമില്ല. ഇപ്പോൾ വേറെ എന്തെങ്കിലും മീൻ മേടിക്കാമെന്ന് വിചാരിച്ചു. കുറഞ്ഞ ചിലവിൽ കിട്ടണം ഏതെങ്കിലും മീൻ. കുറേ കുളമുണ്ട്. കുറേ കുളം എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടം പോലെ കുളങ്ങൾ. അതിൻ്റെ ഉള്ളിലും പുറത്തും അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് കുറേ കുളങ്ങളിൽ കുറേ വലിയ വലിയ മീനുകളൊക്കെ വളർത്താം. എല്ലാത്തിൻ്റെ പേരെനിക്കറിയാൻ പാടില്ല. ഇനിയിപ്പോൾ ഞാൻ ഊഹിച്ചെടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോയെന്ന് വെച്ചിട്ട് പറയുകയാണ്. വലിയ സൈസ് മീനൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ വലുതുങ്ങൾ കുളത്തിൽ കിടക്കുന്ന കുളത്തിലാണുള്ളത്. ഇതൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചേക്കണ. ഇത് അരോണയാണെന്ന് തോന്നുന്നത്. ഇത് നല്ല വിലയാവും, പുറത്ത് ഭയങ്കര വിലയാവും. പണ്ട് ഇതുപോലത്തെ പറഞ്ഞാൽ പണ്ട് നമ്മുടെ നോർത്തിൽ, എറണാകുളം നോർത്തിൽ വളഞ്ഞു പോകുമ്പോൾ ഒരു കടയിൽ, പണ്ട് നമ്മളെ കടയിൽ അങ്ങനത്തെ പറഞ്ഞ ഞാൻ ടിൻ ഫോയിൽ ബാർബിനെ മേടിച്ചത് 10 എണ്ണത്തിന് 150 രൂപ. മീൻ പ്രേമികൾ അവിടെ ചെന്ന ഇഷ്ടം പോലെ മീനുണ്ട്, ധാരാളം മീൻ. ധൈര്യമായിട്ട് പോയി മേടിക്കാം, നിസ്സാര പൈസയൊക്കെ ഉള്ളൂ. കീഴിലത്താണിത്.